നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നാമങ്ങളെ പറ്റിയാണ്. നാമങ്ങളെ പറ്റിയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തിന് നാമം അല്ലെങ്കിൽ നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ് എന്നൊക്കെ നമ്മൾ നിർവചനത്തിലുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് കോമ്പൗണ്ട് നൗൺസിനെ പറ്റിയാണ്. ഒന്നിലേറെ നാമങ്ങൾ സംയോജിച്ച് ഉണ്ടാകുന്ന നൗൺസിനെയാണ് കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ ചില പ്രത്യേകതയുള്ള കോമ്പൗണ്ട് നൗൺസ് ഉണ്ട്. അതൊക്കെയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനൊക്കെ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചോദ്യങ്ങളിലൊക്കെ ഞാനത് പല ആവർത്തി കണ്ടിട്ടുണ്ട്. പലരും അത് തെറ്റിച്ചാണ് പറയാറുള്ളതെന്നുള്ളത് മറ്റൊരു വസ്തുതയും കൂടിയാണ്. കോമ്പൗണ്ട് നൗൺസ് എന്ന് പറയുമ്പോൾ നാമങ്ങൾക്കെല്ലാം തന്നെ ബഹുവചനമുണ്ട്. ബോയ്സ്, ഗേൾസ്, ടീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. അത് ശരിയാണ്. പക്ഷേ കമാൻഡർ ഇൻ ചീഫ് എന്ന് തന്നിട്ട് അതിൻ്റെ ബഹുവചനം എഴുതാൻ പറയുന്നിടത്താണ് പലർക്കും തെറ്റിപ്പോകുന്നത്. എവിടെയാണ് ബഹുവചനം? കമാൻഡേഴ്സ് ഇൻ ചീഫ്സ് എന്ന് പറയാം, പക്ഷേ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റായിപ്പോകാൻ കാരണം എന്താ? കോമ്പൗണ്ട് നൗൺസ് ഈ രീതിയിൽ വരുമ്പം, അതായത് അഫിക്സുകൾ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ, അഫിക്സ് എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം ഇതിൻ്റെ ആൻസർ പറയാം. കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്നതിൻ്റെ ബഹുവചനം കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നാണ്. ചീഫ്സിനെ നമ്മൾ ബഹുവചനമാക്കേണ്ടതില്ല. ഫസ്റ്റ് നൗണിന് മാത്രം കമാൻഡർ എന്നുള്ളതിൻ്റെ കമാൻഡേഴ്സ് എന്നാക്കിയാൽ മാത്രം മതി. ഇത്രയും ചെയ്യുമ്പോൾ ഒരു മാർഗ്ഗം കിട്ടുന്നത്. പലരും അത് കമാൻഡർ ഇൻ ചീഫ്സ് എന്ന് എഴുതി വെക്കാറുണ്ട്. തെറ്റാണ്. കമാൻഡർ ഇൻ ചീഫ് എന്നാണ്. അപ്പം കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നുള്ളതാണ് ദ റൈറ്റ് ആൻസർ. ഇനിയും കമാൻഡർ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഇന്ന് വന്ന് വീണ്ടും ഒരു ഹൈഫൺ ഇട്ടിട്ട് ആണ് ചീഫ് വരുന്നത്. അങ്ങനെ വരുമ്പം ആ ഇന്നെന്നുള്ളത് ഒരു അഫിക്സാണ്. നമുക്കറിയാം 3 തരത്തിലുള്ള അഫിക്സുകളാണ് ഉള്ളത്. ഒന്ന് പ്രിഫിക്സ് ആണ്. പ്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രീവിയസ് ആയിട്ട് മുന്നിൽ വരുന്നതാണ്. അപ്പം മുമ്പിൽ വരുന്നത്. അതേപോലെ തന്നെ സഫിക്സുകളുണ്ട്, അതായത് ഏറ്റവും അവസാനം ഒടുക്കം വരുന്നത്. അപ്പം പ്രിഫിക്സായി സഫിക്സായി. ഇത് രണ്ടെണ്ണമാണ് സാധാരണഗതിയിൽ എല്ലാവരും പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. ഇനി മൂന്നാമത്തെ ഒരെണ്ണമുള്ളത് ഇൻഫിക്സ് ആണ്. ഇൻഫിക്സ് ആണ് കോമ്പൗണ്ട് നൗൺസ് ഫോം ചെയ്തപ്പോൾ നമ്മൾ കണ്ട കമാൻഡർ ഇൻ ചീഫ് എന്നുള്ളത്. ഇത് മൂന്നിനെ പറ്റി നമുക്കറിയാമായിരിക്കണം. അപ്പം ആദ്യ നാമത്തിന് അല്ലെങ്കിൽ നാമത്തിന് മുൻപിൽ ചേർക്കുന്നത് എന്താണ്? പ്രിഫിക്സും. പിമ്പിൽ ചേർക്കുന്നത് സഫിക്സും. രണ്ട് നാമങ്ങളുടെ ഇടയിൽ നമ്മൾ ചേർക്കുന്നത് ഇൻഫിക്സുമാണ്. ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ അറിയാതെയൊക്കെ സഫിക്സുകൾ ഇൻഫിക്സുകളൊക്കെ പ്രയോഗിക്കാറുണ്ട്. പലപ്പോഴും ഓപ്പോസിറ്റ് ഫോംസ്, നൗൺ ഫോംസ്, ആഡ്ജറ്റീവ്, ആഡ്വർബ് തുടങ്ങിയവയൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ ചില വാക്കുകളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പോസിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ മുമ്പിൽ നമ്മൾ കൂടി പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫോം കിട്ടും. ഇംപോസിബിൾ എന്ന് നമുക്കറിയാം. എക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ പ്രയോഗിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് എന്ന് ഞാൻ പറയും. അതിൽ നമുക്ക് പറയാവുന്നതാണ്. താങ്കിൻ്റെ കൂടെ നമ്മൾ പിന്നീട്, അതായത് അവസാനം നമ്മൾ ലെസ് കൂടി പ്രയോഗിച്ചെടുത്താണ് താങ്ക്ലെസ് ആയി. അപ്പോൾ ഈ തരത്തിൽ ഇപ്പം സജസ്റ്റ് എന്നുള്ളതിൻ്റെ വാക്ക് എന്നിട്ട് അതിൻ്റെ നൗണ് നമ്മൾ എഴുതുമ്പോൾ സജഷൻ എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. സജഷൻ എന്ന് പറയുമ്പോൾ സജഷനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു സഫിക്സ് കൂടി പ്രയോഗിക്കുകയാണ്, സജഷൻ. ഇത് അതേപോലെ തന്നെ ING ഫോമൊക്കെ നമ്മൾ പ്രയോഗിക്കുമ്പോഴും ഇത് തന്നെയാണ്, സഫിക്സുകളാണ് സംഭവിക്കുന്നത്. ടീച്ച് എന്നുള്ളതിൻ്റെ ING ഫോം നമ്മൾ ടീച്ചിങ് എന്ന് പറയുമ്പോഴും നമ്മളൊരു സഫിക്സാണ് പ്രയോഗിക്കുന്നത്. ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. അപ്പോൾ മുമ്പിൽ പ്രയോഗിക്കുന്നത് പ്രിഫിക്സും, പിന്നിൽ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അവസാനം പ്രയോഗിക്കുന്നത് സഫിക്സും, ഇടയിൽ പ്രയോഗിക്കുന്നതാണ് ഇൻഫിക്സും. അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കിയ ഈ കമാൻഡർ ഇൻ ചീഫ് പാടിയുള്ളത്. മറ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫിക്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് വാക്കുകളുടെ ഇടയിലാണ്, നൗൺസിൻ്റെ ഇടയിലാണ് പ്രയോഗിക്കുന്നത്. കേട്ടിട്ടുണ്ട്. സണ്ണ് ഇൻ ലവ്, സൺ ഇൻ ലവ്. ബഹുവചനം സൺസ് ഇൻ ലോയാണോ? ഡോട്ടർ ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ.
ഫാദർ ഇൻ ലോ, ഫാദേഴ്സ് ഇൻ ലോ. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ഉത്തരം. വളരെ സിമ്പിളാണ്. അപ്പം അറിഞ്ഞു വയ്ക്കുക. അഫിക്സുകളുണ്ട്. അഫിക്സസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പാണ്. സഫിക്സ് എന്നും പ്രിഫിക്സ് എന്നും ഇൻഫിക്സ് എന്നും പറയുന്നത്. ഇത് മനസ്സിലാക്കാണല്ലോ. ബഹുവചനം ആദ്യ ഇൻഫിക്സുകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബഹുവചനം ആദ്യ നാമത്തിന് ശേഷം ബഹുവചനം പ്രയോഗിച്ചാൽ മതി. ഓക്കെ, മനസ്സിലാക്കണം. ഞാൻ ജോസ്.